വയലറ്റ് പയർ. 2 ദിവസത്തിന് മുമ്പ് വിളവെടുത്തു. ഏകദേശം ഇത്രയോളം പയർ കിട്ടിയിരുന്നു. ഇന്നൊരു 1 കിലോയിൽ കൂടുതൽ പയറുണ്ട്. വയലറ്റ് ഒരുമാതിരി റെഡ് കലർന്ന, റെഡും ബ്ലാക്കും എല്ലാം കൂടെ കലർന്ന പയർ, നല്ല ഭംഗിയുള്ള പയറാണിത്. തോരൻ വെച്ചാലും മെഴുക്കുവരട്ടി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഇതിൻ്റെ നീളം കണ്ടോ, നല്ല നീളമാണ് ഇതിന്, അതിശയിച്ച് പോകും. നമ്മൾ വളമെന്ന് പറയുന്നത് സാധാരണ ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ അടിവളമായിട്ട് കൊടുത്തു. പിന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ വളം കൊടുത്തു. 2 നേരം നനച്ചു കൊടുത്തു. സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എഗ് അമിനോ ആസിഡ്, ഫിഷ് അമിനോ ആസിഡ് ഇതെല്ലാം ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി തളിച്ചു കൊടുത്തു. പിന്നെ മുന്നേ എല്ലാം അത് ഒഴിവാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒഴിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല പയർ, നല്ല വിളവാണ് തന്നത്. ഇത് സ്യൂഡോമോണസ് ഏറ്റവും നല്ലതാണ്. ബിവേറിയ നല്ലതാണ്. നല്ല പയർ കിട്ടണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം.